നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരോ. നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരോ. അങ്ങും ഇങ്ങും നക്ഷത്രങ്ങൾ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വല. ഇന്ന് വൈകുന്നേരം രാജകുമാരി വരും. രാജകുമാരിയോ? ആശാന് തമാശ. ഇന്ന് ബ്ലൗസ് തച്ചു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് ബ്ലൗസിന്റെ അളവ് വേണ്ടേ? അളവ് ബ്ലൗസ് മേശക്കടിയിൽ ആശാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. എടാ എടാ, ആ അളവ് ബ്ലൗസ് കൊണ്ട് ബ്ലൗസ് വെച്ചാലേ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതങ്ങൾ കടക്കില്ല. ആശാൻ അവർ തൊട്ടും പിടിച്ച് അളവെടുക്കാൻ വേണ്ടി അല്ലേ ആശാനെ. നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരോ. ബ്ലൗസ് വെച്ചോ? എന്ത് ചോദ്യ രാജകുമാരി ഇത്? അളവെടുക്കാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ? അളവ് ബ്ലൗസ് തന്നിരുന്നല്ലോ. അതുകൊണ്ട് ബ്ലൗസ് തയ്ച്ചാ രാജകുമാരിക്ക് ഇടാൻ പറ്റില്ല. എന്റെ രാജകുമാരി, ഇത് നിന്റെ കല്യാണ സമയത്തുള്ള ബ്ലൗസ് അല്ലേ? അന്നത്തെ പോലെ നീ ഇപ്പിരിക്കുന്നത്. ശരിയാ, ഞാനതങ്ങ് മറന്നു. പക്ഷേ ഇന്ന് എനിക്ക് ബ്ലൗസ് വേണം. അതിന് 1 മണിക്കൂർ സമയം പോരെ? രാജകുമാരി വാ, അളവെടുക്കാം. വാ. ഒന്നും കൂടെ തിരിഞ്ഞു. ഇനിയേ ആ കൈ ഒന്ന് പൊക്ക്. 34. എത്ര? 34. കൈ പൊക്കേണ്ടിരുന്നോട്ടെ, അതൊരു കുഴപ്പമില്ല. കൈ പൊക്കില്ല, കൊല്ലാനൊന്നല്ലല്ലോ. 35. എഴുതറ. 35. തിരിഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് മുകളിൽ നിന്റെ അളവൊക്കെ എടുത്ത് നിന്നെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്? അവിടുന്ന് പിരിച്ചു വിട്ടു. 10. എഴുതാ. 10. 18. എഴുതാ തെണ്ടി. എന്തൊക്കെ ആശാൻ? അച്ചുതട്ടാര് പണം പലിശക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മോലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി മോലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം. പണം എന്നെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുതട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുതട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ, ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്ചുതട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. അയ്യോ, അവിടെ ആശാല്ലല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാ മരുന്നായി നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ. ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ. നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് കഴിക്കുന്നുണ്ട്, അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. രണ്ട് ബ്ലൗസ് തയ്ക്കണം. തയ്ക്കാലോ, അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ, അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം, എങ്കിലും നന്നാവൂ.
അകത്തേക്ക് പൊക്കോളൂ. ഇങ്ങോട്ട് വരിക. ആ, അങ്ങോട്ട് പൊക്കോളൂ. ഞാൻ പിന്നാലെ ഉണ്ട്. കൊല്ലാനൊന്നും അല്ലല്ലോ. കൊച്ചാപ്പി എടുത്താ പോരെ? അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ. ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം ആശാന്. അമ്പലം. പിന്നെ ആശാനെ അമ്മ ചേച്ചി വരുന്നുണ്ട്. ഓ, എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം. ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ? ശരാ, എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ, എനിക്കൊന്നും വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തെ പച്ചക്കിളിയെ നിന്നെ ഞാൻ പാടത്തെ പച്ച. എടാ കൊച്ചാപ്പി, എന്താടാ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല അതെന്തായിരിക്കും ആശാനെ? എടാ നീ ബീഡി വലിച്ചു കുത്തിയല്ലേടാ? അയ്യോ ഞാൻ വല്ല നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. ഇല്ല ആശാനെ, ഞാൻ സത്യമായിട്ട് വലി നിർത്തി. അങ്ങനെ നിന്നെ ഞാൻ ശരിയാക്കാം. സിഗരറ്റാ? ഓ, വിൽസ് പാക്കറ്റില് ചാർമിനാറാ? അതെ, ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ? നിന്റെ ഒരു വെയിറ്റ്? ഓരോരോ കള്ളന്മാര്. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. അനിയത്തി പെണ്ണിനെ ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിലെ ആപ്പറേറ്ററാ. കല്യാണം കഴിയുന്ന അന്ന് മുതലേ നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വരുന്നതിനുള്ള സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള സെറ്റ്. ഒരു കാര്യം, അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാ. എന്നാലും ഉള്ളത് ഞാൻ പറയും. തനിക്കും കൂടി അടി കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാ ഞാൻ ഈ പറയണത്. നീ കാര്യം എന്താ വെച്ചാൽ, അവൾക്ക് ഒരു ലവ് ഉണ്ട്, ഒരു പ്രേമം. നീയായിട്ട് അങ്ങനെ വെച്ചാ സാരില്ല. വീട്ടിലാവുമ്പോ ആരും അറിയില്ലെന്ന് വെക്കാം. ഇത് കേസ് കെട്ട് വേറെയാ. ആരാ ആരാ? ഒരു പോലീസുകാരനായി. നീ പറഞ്ഞത് നന്നായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഒഴിവ് പറഞ്ഞ് ഈ മാറ്റാം. അവന്റെ അമ്മയുടെ ഒരു സെറ്റപ്പും നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരാ. എന്താ എന്താ പിള്ള ചേട്ടാ, വിശേഷം വല്ലതും ഉണ്ടോ? നിനക്ക് നേരിട്ട് അളവെടുത്താലേ തയ്യൽ വരത്തുള്ളോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബ്ലൗസ് കൊണ്ടുവന്നാല് ആ ബ്ലൗസ് വെച്ച് അളവെടുക്കാം. പിന്നെ സ്വന്തക്കാരാവുമ്പോ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട്. അല്ല നന്നാവാൻ വേണ്ടി. നീ ഇവിടെ കുറെ നന്നാക്കുന്ന ലക്ഷ്യമുണ്ട്. അടിച്ചു. അയ്യോ എന്നെ തല്ലല്ലേ. ഭാര്യ യൂട്രസ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്ക. തല്ലിയ കേടുപറ്റേ. നിന്റെ തിരിച്ചുകൊള്ളു. എന്നാ തെറണമണി കൊണ്ടോ. അവന്റെ ഒരു അളവെടുപ്പ്. ആശാനെ, നീ എവിടേക്കാണ് ഓടിപ്പോയത്? അതെ വിളിച്ചോണ്ടരാനാ. എന്തിനാ? എന്റെ ശവം പൊക്കിക്കൊണ്ടുപോവാനോ? മനുഷ്യന് സമാധാനമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചാല് ഞാൻ ഇത് പൂട്ടി വല്ല ബോംബെക്ക് പോകാൻ പോവാ. ഒരു അളവെടുത്തതിന്. എന്താ തട്ടാര്? മോൻ നാട് വിട്ട് പോയിട്ട് വല്ല വിവരമുണ്ടോ? നാട് വിട്ടു പോയവരൊക്കെ അന്വേഷിക്കാൻ ആർക്കാ സമയം? എന്നാലും തട്ടാരുടെ മോനല്ലേ. ഓ മോൻ. പട്ടിക്കുമില്ലേ മക്കള്? കേടോ, കാശിന് പ്രയോജനമില്ലാത്തങ്ങളൊക്കെ മക്കളായി തരാ കൂട്ടുന്നേ. അവൻ തന്റെ തോപ്പിച്ച് പോയല്ലേ. ഇപ്പൊ അനുഭവിച്ചു കാണും. പാട്ടിന് കിടന്ന് ചത്ത് കാണും. തട്ടാരുടെ മോളെ കല്യാണമൊന്നും ആയില്ലേ? വരുന്നവർക്കൊക്കെ പെണ്ണിനല്ല വേണ്ടത്, പണമാ. ഒറ്റ മോളല്ലേ തട്ടാർക്കുള്ളൂ. കുറച്ച് കാശ് കൊടുത്ത് കെട്ടിച്ചയച്ചാൽ എന്താ? എടോ, ആ ഭാർഗവൻ വന്നില്ലേ? 2 ദിവസമായിട്ട് അയാൾ വന്നില്ല. അവൻ മുങ്ങി നടക്കായിരിക്കും.
കഴിഞ്ഞില്ലേടാ ഭാർഗവ? അയ്യോ തട്ടാര, എന്താ തട്ടാരെ? നീ എന്താണ് എന്നെ കണ്ടപ്പോടെ കയറി വിളിച്ചിരുന്നേ? എന്റെ അമ്മയാണ് അങ്ങനെയല്ല, കൊച്ചിന് വയറിന് തീരെ സുഖമില്ല, അപ്പൊ തിരി മുത്തങ്ങ വർക്കായിരുന്നതാ. മുത്തങ്ങ പറിക്കാതിരിക്കാ. ഇങ്ങോട്ട് വയ്ക്കേ, വേഷം കെട്ട് കാണിക്കരുത്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും. ആളെ കളിയാക്ക. നീ എന്നെ പട്ടിയെ പോലെ നടത്താൻ നോക്കിട്ട് 4 കുറെ ആയി. എനിക്ക് ഇപ്പൊ എന്റെ രൂപ കിട്ടണം. തട്ടാരെ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല, ഞാൻ താമസിയാതെ തരാം. നീ ഇതെപ്പോഴും പറയുന്നല്ലേ, തിരിച്ചു തന്നില്ലെങ്കിലേ സംഗതി വശമാവും. തരാൻ തട്ടാരെ, എന്റെ മിഷൻ വിരിട്ടെങ്കിലും തരാം. എന്ത് വിറ്റാലും കൊള്ളാം, എനിക്ക് എന്നെ പണം കിട്ടണം. അല്ല എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയാമല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹോ, ഏയ്, എന്താ ഇത്? നിങ്ങൾ ആരാ? ഒരു ചൊല്ലും ചോദ്യം ഇല്ലാതെ ഗേറ്റ് തുറന്ന് വെള്ളം എടുക്കാൻ? ഞാൻ പൈപ്പ് വെള്ളമില്ലാത്തോണ്ട. തന്നോടല്ലേ പറഞ്ഞത് പൈപ്പ് കൂടി പുറത്തു പോകാൻ? ഞാൻ അടുത്ത വീട്ടിലെ താമസക്കാരനാ, സ്വർണ്ണക്കടയിലെ പണിക്കാരൻ. ആരായാലും എന്താ? എന്താ? ആരാ? ഒരു ചോദ്യം ഇല്ലാതെ ചേച്ചി ഗേറ്റ് തുറന്നു വെള്ളം എടുക്കുന്നത്? ഒന്നാമത് ഇവിടെ കള്ളന്മാരുടെ ശല്യ. ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ടാ. നിങ്ങളാരാ? ഞാൻ ആ വീട്ടിൽ താമസിക്കുന്ന പണിക്കാരനാ. ആ, ആവശ്യമുള്ള വെള്ളം എടുത്തോണ്ട് പൊയ്ക്കോളൂ. ആ, ഇങ്ങനെ ചേച്ചി. അയ്യോ സാർ, ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, ഇതെന്റെ വീടാണ്. ജോലിക്കാരെ ഭയന്ന് നീ ഇവിടെ വന്ന് ജോലി ചെയ്യായിരിക്കും അല്ലേ? പിന്നെ നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. ഇവനെ നിർമ്മൽ, നിനക്ക് എന്നെ കുടത്തിൽ മുളയ്ക്കണമെന്നുണ്ടോ? ഞാൻ നിന്നെ നമ്മൾ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അടുത്ത് പറഞ്ഞയച്ചതല്ലേ? നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നീ നമ്മളെ കമ്പി എണ്ണിക്കും. ഇന്നലെ രാവിലെ ദേ കയറി വന്നിരിക്കുന്നു ഇൻകം ടാക്സ് ഒരു പട തന്നെ. രാത്രി 12 മണിക്കാണ് എന്നെ ദമയന്തി കാണിച്ചത്. മിനിഞ്ഞാന്ന് സെയിൽസ് ടാക്സ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, സൂപ്പർ ടാക്സ്, നമ്മൾ തന്നെ ഒരു ടാക്സ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. തിരുമൽ ദേവ, മേനോൻ സാർ വീട്ടിലുണ്ടോ? അങ്ങേരെ കൊണ്ട് കമ്മീഷണർക്ക് റെക്കമെൻഡേഷൻ ചെയ്യിക്കണം. അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണല്ലോ. അച്ഛൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. നമ്മൾക്കും സ്റ്റേഷനിൽ പോകാം. വരൂ നിർമ്മൽ. ഞാൻ വരണോ പപ്പ? ഞാൻ അഡ്വക്കേറ്റ് അടുത്ത് പോവാം. വേണ്ട, നിനക്ക് ഓഫീസിനെ പേടിയാണെന്ന് നമ്മൾക്ക്. നിന്റെ കാറിൽ എന്താ പറയൂ, നിന്നെയും പിടിച്ചിട്ടെ നീയും ഉള്ളണം കുടത്തിൽ. വാറു വാറു. അറിവൂ നീ ആത്മ അറിയല്ലോ. നല്ലത്. മീസ മാറ്റിയതും നല്ലത്, മുടി വെട്ടിയതും നല്ലത്. പറവറു. ഞാൻ എന്റെ കാറിൽ വേണ്ട വേണ്ട, നിന്റെ കാർ ഇവിടെ കിടക്കട്ടെ. നീ നമ്മളുടെ കാറിൽ വന്നാ മതി, അല്ലെങ്കിൽ നീ മുങ്ങും. നിന്നെ അറിയാൻ നമ്മൾക്ക്. ഏ ലീല, വടക്കേടത്ത് വീട്, തട്ടാരുകോണം, തൃത്താല. ശരിയല്ലേ? ആ ശരിയാ. ഉണ്ണി എന്താ അച്ഛനോട് വഴക്കിട്ട് പോരാൻ കാരണം? അത് പിന്നെ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. അങ്ങനെയൊന്നുമല്ല. അച്ഛൻ എന്നെ എപ്പോഴും തല്ലും. ഉത്സവമൊന്നും കൃഷ്ണൻകുട്ടിന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. കൃഷ്ണൻകുട്ടി ആരാ? അനിയനാ? അനിയനല്ല, അമ്പലത്തിലെ ആനയാ. അച്ഛനൊന്നും ഇഷ്ടമാവില്ല. അച്ഛൻ എപ്പോഴും പണം ഉണ്ടാക്കണം എന്നൊരൊറ്റ വിചാരമേ ഉള്ളൂ. ഇനി ഇവിടെ ഒന്ന് ഒപ്പിട്ടെ.
ഫോമും പണവും കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഉണ്ണിയുടെ ലീലേച്ചിക്ക് കിട്ടിക്കോളും. നിനക്ക് നിന്നെ നല്ല ഇഷ്ടമായി. നീ നമ്മളുടെ സണ്ണിനെ പോലെയാണ്. നിനക്ക് എന്തു വേണമെങ്കിലും മടിയില്ലാതെ ചോദിക്കണം. നീ നല്ല പയ്യനല്ലേ ദമയന്തി? ഓ, നല്ല പയ്യൻ. അവൻ മറയല്ല, അവരെ നാം പിരിച്ചുവിട്ടു. അവർ ചോദിച്ച കാശും കൊടുത്തു. ശല്യം മാറി കിട്ടി. ഇപ്പൊ യൂണിയനുമില്ല, വരിസംഖ്യയുമില്ല. സന്തോഷമായി. അല്ല, ഇതാറാണ് മേനോൻ സാറിന്റെ മക്കളോ? വറുവറ് ഇറുക്കൂ. എന്താണ് വിശേഷം? നാളെ എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് വിളിക്കാൻ വന്നതാണോ? നല്ലത്. ശരി, നിനക്ക് ഞാൻ ബർത്ത്ഡേ പ്രസന്റേഷൻ എന്താണ് പറയേണ്ടത്? പ്രസന്റേഷൻ ഒന്നും വേണ്ട, അങ്കിളും ആയി വന്നാ മതി. പറഞ്ഞാൽ പറ്റൂല. നിനക്ക് എന്ത് വേണ്ടത് അത് പറയൂ. അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു 10ഓ 15ഓ പവനുമായിട്ട് അങ്ങോട്ട് പോര്. ഇപ്പൊ ചോദിച്ചത് അപകടമായല്ലോ. അറിയുന്നത് ഇവർക്ക് കാപ്പി കൊടുക്കണല്ലേ? അങ്കിള് വിഷയമൊന്നും മാറ്റണ്ട, ഞങ്ങൾക്ക് കാപ്പിയും വേണ്ട. വെറുതെ കിടന്ന സിംഗത്തിന്റെ വായിൽ പല്ല് വെച്ചു കൊടുത്ത് കടി വാങ്ങിയതുപോലായി. അല്ലല്ലണ്ണാ, ഹായ് ഹാന്ത്. വരൂ ചേച്ചി, പോകാം. വീട്ടിലാരുമില്ല. എന്താ ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ? അല്ല, ഇവൻ നമ്മൾ കാണാൻ വന്നതാണ്. നിങ്ങൾ വീട്ടിലേക്കാണെങ്കിൽ ഇവനെ കൂടി കൊണ്ടുപോകൂ. ഞാൻ നടന്നു പോയിക്കോളാം. വന്നോളൂ. ചെല്ലു. നിന്റെ സ്വന്തം അപ്പന്റെ മുതൽ പോലെ പോകാം. ചെല്ലു. വരൂ. ചെല്ലു. എന്തൊരു വിടിയില്ല. പതുക്കാം. എവിടെയെങ്കിലും ചെന്ന് മുട്ടിയാൽ തരി പോലും കിട്ടത്തില്ല. കാറിൽ ഇരുന്നോണ്ട് എങ്ങനത്തെ വർത്താനം പറയുന്നത്? ഇതിനേക്കാൾ പതുക്കെ എങ്ങനെയാ പോകുന്നത്? ഉണ്ണിക്കെന്താ പേടിയാണോ? എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. ഓടിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയാ. ഉണ്ണി, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഉണ്ണി വരണം. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ ബർത്ത്ഡേ എന്ന് വെച്ചാ? ബർത്ത്ഡേ എന്ന് വെച്ചാൽ ജന്മദിനം, ജനിച്ച ദിവസം. എന്താ ഇപ്പൊ പ്രത്യേകിച്ച്? ഒന്നുമില്ല. നീ ജനിച്ച ദിവസം നിനക്കറിയാമോ? എനിക്കറിയില്ല. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ പറയുമായിരുന്നു. അമ്മ എവിടെ പോയി? എനിക്ക് അമ്മയില്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ അമ്മ മരിച്ചു. അല്ല, എന്താ ബർത്ത്ഡേ കുറിച്ച് ചോദിക്കാൻ? മാഷിച്ചിന്റെ ബർത്ത്ഡേ കാര്യമാണോ? എന്നിട്ട് നീ പോന്നില്ലേ? ഉണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് പോകുമ്പോ വെറും കൈയും വീശൊന്നും പോയാ പോരാ, എന്തെങ്കിലും സമ്മാനം കൊണ്ടേ പോവാവൂ. അതിനിപ്പോ എന്ത് സമ്മാനം കൊണ്ടുപോകും? നിനക്കുള്ള എന്തെങ്കിലും സമ്മാനം കൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ചേച്ചിയുടെ അടുത്ത് സമ്മാനം കൊടുക്ക, പിന്നെ ഹാപ്പി ബർത്ത്ഡേ പറയുക. ഒടുവിൽ അവിടുന്ന് കിട്ടുന്ന ശാപ്പാടുമായിട്ട് സുഖമായി പോരാ. അത്രേ ഉള്ളൂ. വേണ്ട കണ്ണാ. ഭണ്ഡാരം ഇന്നെങ്കിലും കുറച്ച് മധുരം തിന്നാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. അതിനല്ലേ കണ്ണാ നാക്കൂടെ വന്നത്. മമ്മ ബപ്പ എന്നോരം തിന്നോട്ടെ. നിനക്ക് പപ്പയെ മധുരം തിട്ടിച്ച് കൊന്നിട്ട് ദൂർത്തടിച്ച് നടക്കാനാണോ? നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ തിന്നുന്നില്ല. ഭണ്ഡാരം കൊണ്ടുപോകൂ. എന്താണ് മായേ, അപ്പൊ നമ്മളുടെ ആശീർവാദം ഒന്നും വേണ്ടേ? നമ്മൾ ആശീർവദിച്ചാൽ ഉടനെ കല്യാണം നടക്കും. നമ്മൾ കുറച്ച് സ്വർണവും ചെലവാവും. മായ പറൂ. അപ്പോ എല്ലാവരോടുമായി ആശീർവദിക്കട്ടെ. ഉണ്ണി ഇവിടെ വന്നേക്കാ. വരൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. പുറത്തു നിൽക്കാനല്ല ഞാൻ ഉണ്ണിയെ ക്ഷണിച്ചത്. ഉണ്ണി പാൻറ്റൊക്കെ ഇട്ട് കലക്കിയാണല്ലോ വന്നിരിക്കുന്നത്. ഉണ്ണിക്ക് നല്ല ചേർച്ചയുണ്ട്. എനിക്കിതിട്ടിട്ട് ഒരു ചേർച്ചയില്ല. ഒരുമാതിരി പാടത്ത് വെച്ചിരിക്കുന്ന നോക്കൂത്തി പോലുണ്ട്. ഇപ്പോഴാ ഉണ്ണി ഉണ്ണിയായത്. എനിക്ക് വളരെ ഇഷ്ടമായി. ശരിക്കും ഇഷ്ടമായി? വളരെ വളരെ. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഇത്. ഹായ് ഉണ്ണികൃഷ്ണൻ, ഇത് എപ്പോ വന്നു? ആളും മിടുക്കനായല്ലോ. ആ, ഒരു സ്റ്റിൽ എടുക്കട്ടെ. ഒന്ന് തന്നെ. ആ